ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കല്ലേ? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞു, 2-3 ദിവസമായില്ലേ? പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? അപ്പോൾ തലേ ദിവസം ഒരു ചെറിയൊരു ചക്കൻ്റെ മുറി കിട്ടിയിട്ടുണ്ടേനി. അപ്പം തലേ ദിവസം എനിക്കും കുഞ്ഞുട്ടിക്കൊക്കെ നോൽമ്പൈനി. അപ്പോൾ മക്കൾക്ക് ആണെങ്കിൽ അതാണെങ്കിൽ പഴുത്തും ചെയ്തിക്കണേ. അപ്പം 4 മണിയായപ്പോൾ ഓൽക്ക് അത് ചുളയൊക്കെ പറിച്ചു കൊടുത്ത് ഓൽക്ക് അതും കൂട്ടിയിട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ഇനി ഇത് പാത്ത് വെക്കാനായിട്ട് പറ്റൂല. പിറ്റേ ദിവസം പെരുന്നാളാകുമ്പോൾ പെരുന്നാൾക്ക് പിന്നെ ചക്കയൊന്നും ആർക്കും വേണ്ടി വരില്ല. എല്ലാവരും ബിരിയാണി, നെയ്ച്ചോറ്, പായസം ആ ഒരു ലെവലിന്മേൽ കൂടെ അല്ലേ പോവുക. അപ്പം ഞാൻ അതൊക്കെ ചുള പറിച്ച് വെക്കണേ കേട്ടോ. ഓൽക്ക് ചായക്കായും ചെയ്തു. ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ വൈകിട്ടൊക്കെ കുഞ്ഞുട്ടി കഴിക്കുകയും ചെയ്യും. അപ്പം നമ്മളെ ചക്കയൊക്കെ ഒന്ന് ചുള പറിച്ചെടുക്കട്ടെ കേട്ടോ. മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതേനി. ഞാനും നിയമോളും അടിപിടി കൂടിയിട്ടാണ് കേട്ടോ ചക്ക പറിച്ചെടുക്കുന്നത്. ഓളൊരു ഭാഗത്തു നിന്നും പറിക്കുന്നുണ്ട്, ഞാനൊരു ഭാഗത്തു നിന്നും പറിക്കുന്നുണ്ട്. പറിക്കണതൊക്കെ ഓളൊരു തലക്കന്ന് തിന്ന് തുടങ്ങിയും ചെയ്തിക്കണ്. നമ്മുടെ അജു കുട്ടന് എന്തൊക്കെയോ കാരണവശാൽ ആ സമയത്ത് ഓൻ ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. ഓനെ കഴിച്ചാനോ എങ്ങോട്ടോ മിന്നിയ ആ ഒരു സമയം. പിന്നെന്താ മഞ്ഞപ്പൊടി, മുളകും പൊടി, ആദ്യത്തെ പണ്ടേ എന്തൊക്കെ പെട്ട് കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇനി ഇത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, മുളകും പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളകും പൊടി, പെരുംജീരകം മസാല മാത്രമാണ് മുളകും പൊടി. എന്താ കുഞ്ഞുട്ടിനെ ചിക്കൻ കറി വെക്കാൻ പഠിപ്പിച്ചാണ്. പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചിക്കനിന് കുറച്ച് കറി വെച്ച് തായോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഒരു 2-3 പീസ് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു 4-5 പീസ് എടുത്തിട്ട് കറി വെച്ച് കൊടുത്തിരുന്നു. അപ്പം അത് ഓൽക്ക് തികഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഇനി ഞാൻ ഉണ്ടാക്കട്ടെ എൻ്റെ വക എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നൊക്കെ പറഞ്ഞ് 4-5 പീസൊക്കെ എടുത്തുകൊണ്ട് ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ തന്നെ സെറ്റാക്കി കൊടുത്തു. ആളുണ്ടാക്കുകയാണ്. എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇന്നത് ഇത്ര നമുക്ക് ആ നേരം കൊണ്ട് ഞമ്മക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളായിങ്ങാണ്ട് എല്ലാ സാധനങ്ങളും ഒക്കെ ഞാൻ അളവൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിപ്പോൾ നമുക്ക് വഴിയേ കാണാൻ പോണ പൂരം പിന്നെ വിളിച്ചറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും വലിയ പൊടികളൊക്കെ തട്ടിക്കൂട്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു കുരുമുളകും പൊടിയൊക്കെ അങ്ങനെ മുളകും പൊടി കമ്മിയാക്കി നമ്മള് ഒരു വെള്ളം വേണ്ടേ? അത് വേഗം വേകാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടത്. ഓക്കെ ഇനി വിസിലടിച്ചിട്ട് കരിഞ്ഞു പോയിട്ടോ ഗൈസ്, കണ്ടോ? അപ്പോഴേ ഞാൻ പറഞ്ഞതാ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളി. ആകെ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, 3-4 പീസൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം എന്തായാലും അതിന് അധികം വെള്ളം ഇറങ്ങാനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചിക്കന് വെള്ളമൊന്നും വേണ്ട ഇന്ന് തന്നെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് സംഗതി ചിക്കൻ വന്നിട്ടുണ്ടേനു, അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടേനു, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ മൂപ്പര് പറഞ്ഞ്. ഞാനത് കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ അടിപൊളിയായിട്ട് കുക്കറൊക്കെ കേടെടുത്തി അരപ്പാക്കി തന്നിക്കണേ. എനിക്ക് തന്നെ വെച്ചു കൊടുത്താൽ മതിയെന്നായി. പിന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കും, വേണമെങ്കിൽ വന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തോന്നൊക്കെ പറഞ്ഞ് വലിയ ആളെ ഇങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല. ഏതായാലും നല്ല രസമുണ്ടേനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഉള്ളി തക്കാളിയൊക്കെ വലിച്ചു വയറ്റുന്നുണ്ടേനി കേട്ടോ ഇപ്പിച്ചിയും കുട്ടികളൊക്കെ. അങ്ങനെ നമ്മളുടെ പെരുന്നാൾ ദിവസം ഞാൻ 5 മണിയാകുമ്പോഴാണ് കേട്ടോ ഉണരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ ഇത് പൊരിക്കാനുള്ള ചിക്കനെ മസാല പറ്റിച്ചതായിരുന്നു. ഇത് നമ്മുടെ ചിക്കന് കറി ഉണ്ടാക്കാനുള്ളത് വേറെ ഞാൻ സെപ്പറേറ്റ് കഴുകി വെള്ളമൊക്കെ വാർത്തി വെച്ചതായിരുന്നു കേട്ടോ.
അപ്പം 4 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചിട്ട് അലാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അലാറം അടിച്ചത് ഒന്ന് ഓഫാക്കിങ്ങാണ്ട് വീണ്ടും ഒന്നൊന്ന് കണ്ണുമാളി 5 മണിയാകുമ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പം നമ്മുടെ വലിയ ബർണറാണ് ഇപ്പോൾ ചെറുതായിട്ട് കത്തുന്നത്. അപ്പം നമ്മുടെ ചായ അങ്ങോട്ട് മാറ്റി ഇനി ഈ വലിയ ബർണറിൽ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കന് ഫ്രൈ ആക്കാമല്ലോ, ഒന്ന് ഫ്രൈ ആക്കിയതിൻ്റെ ശേഷം ആ എണ്ണയിലിട്ടിട്ട് നമുക്ക് ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വലിയ ചിക്കൻ കറിയും നമ്മുടെ നെയ്ച്ചോറും മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ പിന്നെ അതിക്ക് കൂടുതൽ പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഇഞ്ചി വെളുത്തുള്ളി ക്ലീൻ ആക്കി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം രാവിലെ നേരം കൂടി വൈകി എണീച്ചപ്പോൾ പിന്നെ അതൊക്കെ ക്ലീൻ ആക്കി എടുക്കുവാണല്ലോ. അപ്പം ഞാനത് വേഗം നമ്മുടെ ചിക്കൻ പൊരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള സാധനങ്ങളും ക്ലീൻ ആക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞു. എല്ലാവരും പെരുന്നാളും റാഹത്തൊക്കെ ആയി കഴിഞ്ഞില്ലേ, വിരുന്നൊക്കെ പോയോ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. അപ്പോൾ പെരുന്നാൾ വിഷ് പറയാനും പറ്റിയില്ല, പെരുന്നാളിൻ്റെ അന്ന് തന്നെ വീഡിയോ ഇടാനും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഇട്ട വീഡിയോ ഞാൻ മുമ്പ് തന്നെ എഡിറ്റ് ചെയ്ത് സെറ്റപ്പാക്കി വെച്ച വീഡിയോ ഇനി അങ്ങനെ നമ്മുടെ ചിക്കന് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. ഇത് പൊരിച്ച ചിക്കന് ഫ്രൈ ആക്കി. ഇനി നമ്മുടെ സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, കട്ട് ചെയ്യാനുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പുറത്തത്തെ കാഴ്ച കാണാൻ? നല്ല അടിപൊളി അല്ലേ, കോട മൂടിയതുപോലെ ഉണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അത് നോക്കാനും ആസ്വദിക്കാനും എന്നുള്ള സമയം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ അയൽവക്കക്കാരെങ്കിലും തീയിട്ട പുകയാണോ? അല്ല, ആവാൻ വഴിയില്ല. കോട മൂടിയത് തന്നെയാണ്, നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമുക്ക് ചിക്കൻ കറിയും വെക്കണം, നെയ്ച്ചോറും വെക്കണം. നെയ്ച്ചോറ് വെക്കാനുള്ള പോട്ടൊക്കെ അതാ അപ്പുറത്ത് ഹാജരായി നേരിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കട്ടിംഗ് ബോർഡും വെച്ച് അരിയുമ്പോൾ വലിയൊരു സ്പീഡ് കിട്ടൂല. ഇതാണ് നമുക്ക് എളുപ്പം. ഇതിപ്പോൾ ആദ്യം മുതലേ അങ്ങനെ ശീലമായതാണ്. പേരലോറയും കൂടി ഇടാതെ ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കയ്യിന് പണിയാണ്. അപ്പോൾ അതാ നമ്മുടെ കട്ട് ചെയ്യൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്രൈ ആക്കിയെടുത്ത ആ എണ്ണയിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചുങ്ങാണ്ടൊന്നുമല്ല കറി വെക്കുന്നത്. ചിക്കന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുത്തതേനു ഞാൻ. അപ്പോൾ ആ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ സവാളയൊക്കെ പാടിയിട്ടേ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി നമുക്കൊരു തട്ടിക്കൂട്ടില്ല, നല്ല രീതിയിലല്ലേ ഒരു ചിക്കൻ കറി റെഡിയാക്കി. അപ്പോൾ അതാ അത്യാവശ്യം നല്ല എണ്ണ ഉണ്ട് കേട്ടോ. ആ പൊരിച്ച എണ്ണ ഞാൻ ഇനിയിപ്പോൾ അതിൽ കുറച്ച് മാറ്റിക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട്, കളയാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മുടെ ചിക്കൻ കറിയും. പിന്നെ കുട്ടികളൊന്നും ചിലപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടായാൽ വെറും അത് കൂട്ടി കഴിക്കും, ചിക്കൻ കറിയൊന്നും കൂട്ടൂല. അപ്പം അങ്ങനെ ഞാൻ അതുകൊണ്ട് ചിക്കൻ കറിയും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ പോട്ട് രംഗത്തിറക്കിയതിന് ശേഷം നെയ്ച്ചോറൊക്കെ ആ പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ നെയ്ച്ചോറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നൽ. ഇത് നെയ്ച്ചോറിക്ക് ഇടാനുള്ള സവാളയാണ് ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയിട്ടോ. ഞാനിതാ നെയ്ച്ചോറിന് ഇളക്കി കൂട്ടാൻ പോയ സമയത്ത് നമ്മുടെ സവാളനെ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നുപോയി. ആളിതാ നല്ല ഉഷാറായിട്ട് കരിഞ്ഞു. ഇപ്പോൾ സമാസമായില്ലേ, ഇന്നലെ കുഞ്ഞുട്ടിനെ കുറ്റം പറഞ്ഞു, ഇപ്പോൾ ഇതാ എനിക്കും പണി കിട്ടിയിരിക്കണ്. അപ്പോൾ നമുക്ക് ഇനി ഈ സവാള കൊണ്ട് ഒരു ഉപകാരമില്ല. ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ അത് കളഞ്ഞിട്ട് ഞാൻ വേറെ സവാളയൊക്കെ അരിഞ്ഞ് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയി കിട്ടിയിരിക്കണേ. അപ്പോൾ അർജൻറ്റിൽ പണിയെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പണി വരും. അപ്പോൾ പറയുമ്പോൾ രണ്ട് ബർണർ എടുത്തെടുത്ത് വെച്ചിട്ടാണല്ലോ, പക്ഷേ എന്നാലും എന്താ പറയുക, അപ്പോൾ ഒരു ശ്രദ്ധ അങ്ങോട്ട് വിട്ടുപോയിടൂ. നമ്മുടെ ചോറും കറിയൊക്കെ റെഡിയായി. ചിക്കൻ ഫ്രൈ ഒക്കെ ഞാനിവിടെ മഞ്ചമക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുക, അല്ലെങ്കിൽ പൂച്ച കണ്ടാൽ പിന്നെ കുട്ടികൾക്ക് തിന്നാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും റെഡിയായി. അപ്പോൾ ഇന്ന് ഇത്രയ്ക്ക് വിഭവങ്ങളാണ് കേട്ടോ നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ എന്ന് പറയാൻ. പിന്നെ ഞാൻ മധുരത്തിന് ആയിട്ട് പായസം കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണേ. വീടിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ചിലരൊക്കെ പറയും കണ്ടില്ലല്ലോ എന്നത്. അപ്പോൾ മാഷാ അല്ലാഹ് നമ്മുടെ പടവ് ഫുള്ള് കഴിഞ്ഞിരിക്കണ കേട്ടോ. ഇതാക്കണേ നമ്മുടെ പടവൊക്കെ കഴിഞ്ഞു. ഇന്നലെ പടുത്തോടത്താണ് ഷീറ്റൊക്കെ ഇട്ടിക്കണത് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ നനക്കണ സ്പെഷ്യലിസ്റ്റ്
ഇതിമ്മക്ക് എത്തിയിട്ടില്ല. കുഞ്ഞുട്ടി വന്നിട്ട് വേണം നനക്കാൻ കേട്ടോ. കുഞ്ഞുട്ടിയാണ് നനക്കുന്ന ആള്. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഒന്ന് പോയിട്ട് ഓടിപ്പോയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പം അങ്ങനെ നമ്മളെ പടുവൊക്കെ കഴിഞ്ഞു. മാഷാ അല്ലാഹ് നമ്മൾ ചെറിയ പെരുന്നാളായിനന്ന് നമ്മുടെ ആ ഒരു തറയായിട്ട് തന്നെ ഇരിക്കേനു. പക്ഷേ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വലിയ പെരുന്നാളാകുമ്പോഴേക്കും നമ്മുടെ വീട് പണി പെട്ടെന്ന് തുടങ്ങുന്നു, ഈ ഒരു സ്റ്റേജിലെത്തുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ കുറേ നല്ല മനസ്സുള്ള ആളുകളുടെ സഹായം കൊണ്ടും പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ടും നമ്മുടെ വീട് ഇതപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കണം കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട് ഓരോ വീഡിയോയിലായിട്ട്. അപ്പോൾ ഇതാ അജുവൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി പോകാനുള്ള പുറപ്പാടാണ്. നമ്മുടെ സിനിമോൻ എണീച്ചാണ്. ഇതുവരെ അവിടെ ഇരിക്കേനി. ഇപ്പോൾ കുഴങ്ങിയപ്പോൾ വല്ല ആളവിടെ നിന്ന് കിടന്നിക്കണ കേട്ടോ. ഒറ്റക്ക് ഇരിക്കലും കിടക്കലൊക്കെ ഒറ്റക്കൊക്കെ തുടങ്ങിയിരിക്കണേ. അപ്പം ഞാൻ രാവിലെ ചായക്ക് കടി വല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെരുന്നാളാവുമ്പോൾ ചായക്ക് കടി ഉണ്ടാക്കിയാൽ അതവിടെ ബാക്കിയായി കിടക്കലേ ഉള്ളൂ, അതാരും കഴിക്കലില്ല. അപ്പോൾ പിന്നെ ഞാൻ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, ചെറുകടി എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ കുഞ്ഞുട്ടിക്ക് പള്ളിക്കൊക്കെ പോയപ്പോൾ ചോറ് വേണം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തിക്കണ്. സാധാരണ എന്താ പറയുക, ചെറിയ പെരുന്നാൾക്കാണല്ലേ കുത്തുബുക്കോണീൻ്റെ മുന്നേ ഫുഡ് കഴിച്ചു പോകണം എന്നൊക്കെ പറയല്. ഇവിടെ ഇപ്പോൾ നേരെ തിരിഞ്ഞിക്കണ്. വിശന്നപ്പോൾ പിന്നെ ചോറ് ആയും ചെയ്ത്, എന്നാൽ പിന്നെ ചോറ് തന്നളാ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട് ചോറ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിനി പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷേ ഈ പ്രാവശ്യം പെരുന്നാൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ചെറിയ പെരുന്നാൾക്ക് എല്ലാവർക്കും എടുത്തല്ലോ. അപ്പോൾ പിന്നെ വലിയ പെരുന്നാൾക്ക് അത് തന്നെ മതി എന്ന് വിചാരിച്ച് പിന്നെ വേറെ എടുത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ മക്കൾക്കായാലും ഞങ്ങൾക്ക് ചെറിയ പെരുന്നാൾക്ക് എടുത്തതുപോലെ വേറെ വേണം എന്നൊന്നും പറഞ്ഞിട്ട് ഓൽക്കും വാശിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ പിന്നെ വലിയ പെരുന്നാൾക്കും ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. അടിപൊളി ചോറും അടിപൊളി ചിക്കനും, ചിക്കൻ പൊരിച്ചതല്ല ചിക്കൻ കറിയും അടിപൊളി ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ സള്ളാസും ഉണ്ട്. ഒക്കെ കൂട്ടിയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണോ? ഒരാൾ കുളിച്ചതിന് മുന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മള് ബിസ്കുട്ട് കുട്ടാ, ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക് പറഞ്ഞ, ഈദ് മുബാറക്ക് പഞ്ഞ കുഞ്ഞേ. എടുത്തു നിന്ന് വിളിച്ചോണ്ട് ഓൻ അറിയാം ഓനെ കോയി വെക്കണം, അതോ വിളി വെക്കാത്ത കുഞ്ഞേ. ആ ഈദ് മുബാറക്ക് പഞ്ഞ കുഞ്ഞേ, ഈദ് മുബാറക്കായിട്ട് എൻ്റെ കുട്ടി. എൻ്റെ കുട്ടീനെ ഐശ്വര്യപ്പൊടിയൊക്കെ ഉണ്ട്. അങ്ങനെ അൽക്കുൽ തായ്മിറ്റൊക്കെ നമ്മളെ ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാർപ്പിന് തട്ടിച്ചാൻ ഇനി മിറ്റം സാധനങ്ങളൊക്കെ കൊണ്ട് നിറയും കേട്ടോ. ഇനി അജു വന്നു. അജുവിന് നിയമക്കൊക്കെ പെരുന്നാ പൈസ ഇട്ടില്ലേ? ഞാൻ കാട്ടിത്തരാം. എത്ര പൈസ ഇട്ടി? ഇത് 180 രൂപ. ജനുവോ അടുത്ത കൊല്ലം കുട്ടി വാങ്ങിച്ചോണ്ടിട്ടെ പെരുന്നാ പൈസ 150 റുപ്യേ. മാഷാ അല്ലാ പാത്തച്ചോ. 100 അല്ലല്ലോ, 200 ഉണ്ടോ? 200 റുപ്യ ആരാന്നേ? 100 ഇമ്മമ്മ തന്ന്, അത് ഞാൻ എടുത്ത് വെച്ച്. ഇപ്പൊ 100 കഴിഞ്ഞ പെരുന്നാക്ക് തന്നതോ? കഴിഞ്ഞ ചെറു പെരുന്നാളിന് മമ്മ എന്ന് പാത്തച്ചതാ. മാഷാ അല്ലാ നല്ല കുട്ടി. നോക്കട്ടെ ബാക്കി എനിക്ക് 200 അപ്പോൾ 200 100 തന്നു ഈ പെരുന്നാക്ക്. 220, 240, 250 റുപ്യ. അനക്ക് പൈസ തന്ന മുട്ടായി അങ്ങ് പോയിട്ട് അതിന് ഓൻ്റെത് കഴിഞ്ഞ ചെറിയ നാക്ക് ഉമ്മമ്മ കൊടുത്തതാണ്. ഇനി ഈ പെരുന്നാക്ക് ഉണ്ടാവും ഉമ്മമാൻ്റെ വക. അനക്ക് എത്ര ഉണ്ട്? നിയമോളും അജും പെരുന്നാ പൈസ കിട്ടിയിരിക്കണം കേട്ടോ. ഓരോരുത്തരായിട്ട് പെരുന്നാ പൈസ കൊടുത്തിക്കണേ. അപ്പം അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി എടുക്കണ പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കാണ് തോനെ ആർക്കാണ് കുറവ് അതൊക്കെ പറഞ്ഞിട്ട് ഇനി ഒന്നടി
ഉണ്ടാക്കണം, തമ്മിൽ ഒന്ന് രണ്ടാക്കും, ഒന്ന് ചെറിയ കച്ചറൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ജനിക്കുട്ടിൻ്റെ ഇതിലൊന്നും ആവാത്തതുകൊണ്ട് ആളൊന്നും അറിയാതെ അവിടെ കിടക്കുന്നുണ്ട്. പാത്തച്ചൂട് പെരുന്നാളിൻ്റെ അന്ന് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നാത്തൂൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി, മുത്തച്ഛൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി. പിന്നെ ഒരു മുത്തച്ഛനും മുത്തച്ഛിയും മക്കളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിന്. പക്ഷെ ഞാൻ ഓലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. ഓൽക്കൊന്നും വീഡിയോയിലൊന്നും വരാൻ വലിയ ഇഷ്ടമൊന്നുമില്ലേ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടി, അതൊക്കെ ഫ്രീസറിൽ കുത്തി കയറ്റി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ വീട്ടിലേക്കൊന്ന് പോണത് കേട്ടോ. അപ്പോൾ ചെറിയ നാക്കും വീട്ടിൽ പോയിട്ടില്ല. അപ്പം നമുക്ക് വലിയ നാക്ക് വീട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് അടിച്ചു പൊളിക്കാം. അപ്പോൾ ആ വൈകുന്നേരത്തെ കഴിച്ചാണ്. വീട്ടിൽ വന്ന സമയത്തൊന്നും വീഡിയോ എടുക്കലൊന്നും നടന്നില്ല, ഫുൾ എൻജോയ്മെൻ്റ് ആയിട്ട് അങ്ങനെയാണ് പോയി. അപ്പോൾ അപ്പോഴും ഇതാ ഓരോരുത്തർക്ക് പെരുന്നാൾ പൈസ കിട്ടിയത് എണ്ണലും ഓരോരുത്തരോട് പെരുന്നാൾ പൈസ ചോദിച്ചു വാങ്ങാണ്, തന്നത് വാങ്ങില്ല, ചോദിച്ചു വാങ്ങാം. എനിക്ക് ഇത്ര പെരുന്നാൾ പൈസ കിട്ടിയെന്ന് പറയാം. അപ്പോൾ പിന്നെ ഓല് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് കൊടുക്കുമല്ലോ, അതാണ് ഓലെ പരിപാടി. അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു അന്നത്തെ പെരുന്നാൾ ദിവസം അവസാനിച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.